നമസ്കാരം. ടെക് എക്സ്പെർട്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞങ്ങൾ പറയാൻ പോകുന്നത് സ്വന്തമായി വീഡിയോ ക്രിയേറ്റ് ചെയ്യാതെ മറ്റുള്ളവരുടെ വീഡിയോ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് യൂട്യൂബിലൂടെ പണം സമ്പാദിക്കുന്നതിനെ കുറിച്ചാണ്. ഓൺലൈൻ വഴി പണം സമ്പാദിക്കാനുള്ള മികച്ചൊരു മാർഗ്ഗമാണ് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്ത് അത് അഡ്വർടൈസ് ചെയ്ത് അതുവഴി പണം സമ്പാദിക്കുക എന്നത്. പക്ഷേ അതിന് കുറേ ഹാർഡ് വർക്ക് ആവശ്യമാണ്. ആദ്യമേ നമ്മുടെ ചാനലിന് വേണ്ടി ഒരു സബ്ജക്റ്റ് കണ്ടുപിടിക്കണം, പിന്നെ അതിന് വേണ്ടി ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യണം, പിന്നെ അത് എഡിറ്റ് ചെയ്യണം, പിന്നെ അത് അപ്ലോഡ് ചെയ്യണം, അതിന് പ്രൊമോഷൻ കൊടുക്കണം. ഇങ്ങനെയൊക്കെ ചെയ്താലേ നമുക്കൊരു യൂട്യൂബ് വീഡിയോയുടെ വ്യൂവേഴ്സിൻ്റെ എണ്ണം കൂട്ടാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, മറ്റുള്ളവരുടെ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ട്, അതായത് നമുക്ക് സ്വന്തമായി വീഡിയോ ക്രിയേറ്റ് ചെയ്യേണ്ട, മറ്റുള്ളവർ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോ ഡൗൺലോഡ് ചെയ്ത് അതൊന്നുകൂടി അപ്ലോഡ് ചെയ്ത് എങ്ങനെ നമുക്ക് യൂട്യൂബിലൂടെ പണം സമ്പാദിക്കുന്നതിനെ കുറിച്ചാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ യൂട്യൂബിൽ പോകും. അതിനുശേഷം സെർച്ച് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഏതാണെന്ന് വെച്ചാൽ അത് ഇവിടെ സെർച്ച് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ ടെക് എന്ന് സെർച്ച് ചെയ്യാൻ പോവുകയാണ്. ടെക് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇവിടെ ഇതുപോലെ ധാരാളം റിസൾട്ട്സ് കാണിച്ചു. ഇനി ഇതിൽ നമ്മൾ ഫിൽറ്റർ ആഡ് ചെയ്യണം. ഏറ്റവും മുകളിൽ വലത് സൈഡിലുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് ഫിൽറ്ററിന് വേണ്ടിയുള്ള ഒരുപാട് ഓപ്ഷൻസ് കാണിച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഈ ഫീച്ചേഴ്സ് എന്നുള്ള കാറ്റഗറിയുടെ താഴെ ക്രിയേറ്റീവ് കോമൺസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ അപ്ലൈ ചെയ്യണം. എന്നിട്ട് അപ്ലൈ കൊടുക്കുക. അപ്ലൈ കൊടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ വേറൊരു സെർച്ച് വിൻഡോയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന വീഡിയോസ് എല്ലാം ക്രിയേറ്റീവ് കോമൺ എന്ന കാറ്റഗറിയുടെ താഴെ വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ക്രിയേറ്റീവ് കോമൺ കാറ്റഗറിയിൽ വരുന്ന വീഡിയോസ് എല്ലാം റീയൂസ് അലൗഡ് ആണ്. അതായത് ഞാനിപ്പോൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു, അതിൻ്റെ ലൈസൻസ് ഞാൻ ക്രിയേറ്റീവ് കോമൺ കാറ്റഗറിയിലാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വേറൊരാൾക്ക് ആ വീഡിയോ ഡൗൺലോഡ് ചെയ്യാം, അതിനുശേഷം അത് എഡിറ്റ് ചെയ്ത് അവരുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാം. ഇതാണ് ക്രിയേറ്റീവ് കോമൺ കാറ്റഗറി എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ സെർച്ച് റിസൾട്ട് വന്നിരിക്കുന്ന ഏത് വീഡിയോ വേണേലും എനിക്ക് ഡൗൺലോഡ് ചെയ്യാം, അതെൻ്റെ ആവശ്യത്തിന് എഡിറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ അതേപോലെ തന്നെ എൻ്റെ ചാനലിലേക്ക് അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഈ രണ്ടാമത് കിടക്കുന്ന ഈ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ നമ്മൾ ഷോ മോർ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഈ താഴെ ലൈസൻസ് എന്ന് പറഞ്ഞ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ക്രിയേറ്റീവ് കോമൺസ് ആട്രിബ്യൂഷൻ ലൈസൻസ് റീയൂസ് അലൗഡ്. അതായത് നമുക്ക് ഈ വീഡിയോ ഡൗൺലോഡ് ചെയ്യാം, അതിനുശേഷം നമുക്ക് എഡിറ്റിംഗ് വരുത്താം, അല്ലെങ്കിൽ എഡിറ്റിംഗ് വരുത്താം ഇതേപോലെ തന്നെ അപ്ലോഡ് ചെയ്യാം. ഇങ്ങനെ വളരെ ഈസിയായി നമുക്ക് നമ്മുടെ ചാനലിനെ വളർത്തിക്കൊണ്ട് വരാൻ സാധിക്കും. കോമൺ ആയിട്ടൊരു സബ്ജക്റ്റ് എടുക്കുക, അത് നമുക്ക് ഇതുപോലെ ക്രിയേറ്റീവ് കോമൺ ലൈസൻസ് ഉള്ള വീഡിയോസ് ഡൗൺലോഡ് ചെയ്യാം, അത് നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക.